പതിവ് പോലെ തന്നെ രാവിലെ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞാൻ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മയ്ക്കും ഐത്തേട്ടനുമുള്ള ചായ എടുത്ത് അടുപ്പിലോട്ട് വെച്ചു. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ചായ കൂടി ഒന്ന് നിർത്തിയേക്കാണ്. എത്ര ദിവസത്തേക്കാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു ശ്രമം അത്ര തന്നെ. പിന്നെ മുട്ടയൊക്കെ എടുത്ത് പുഴുങ്ങാനായിട്ട് ഇട്ടു. പിന്നെ അശ്വക്കുട്ടന് കൊടുക്കാനുള്ള പാലും കൂടെ കാച്ചാനായിട്ട് വെക്കാൻ പോവാണ്. എല്ലാ ദിവസവും അശ്വയ്ക്ക് ഞാൻ രാവിലെ ഒരു ഗ്ലാസ് പാല് കൊടുക്കാറുണ്ട്. അടുക്കളയിൽ ഞാൻ എന്ത് പണി ചെയ്താലും അശ്വക്കുട്ടൻ അന്നേരം എൻ്റെ കൂടെ കാണും. തട്ടിത്തടഞ്ഞ് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇല്ലെങ്കിൽ അവനൊരു സമാധാനം കിട്ടില്ല. അമ്മി തൊടാൻ വേണ്ട, തന്നെ പല്ല് തേക്കും. അമ്മി തൊടണ്ട, മക്കള് തന്നെ പല്ല് തേക്കോ? ആ ഓക്കെ. ആ ലാസ്റ്റത്തെ ഒരു ഓക്കെ ഉണ്ടെങ്കിൽ അവൻ പല്ല് തേക്കാൻ പോലും വരുള്ളൂ കേട്ടോ. എനിക്കൊരു സമാധാനം ഇല്ല, അവനെ ഒറ്റയ്ക്ക് പല്ല് തേപ്പിച്ചാൽ എനിക്കിങ്ങനെ പിടിച്ച് നിർത്തി തേക്കണം. ഞാൻ ക്യാമറ ഓണാക്കി വെക്കുന്നത് കണ്ടുകൊണ്ട് മാത്രം കേട്ടോ എൻ്റെ കൊച്ചങ്ങനെ അടങ്ങി നിന്നത് പല്ല് തേക്കാൻ. അല്ലാത്ത ദിവസങ്ങളിൽ എന്നും രാവിലെ ഇവിടെ ഒരു യുദ്ധമാണ് എൻ്റെ അർഷിയെ പല്ല് തേപ്പിക്കാൻ. പിന്നെ 2-3 പഴമൊക്കെ ഇരുന്നത് ഞാനങ്ങ് പുഴുങ്ങാനായിട്ട് വെച്ചു കേട്ടോ. ചായ കൂടെ നിർത്തിയെന്ന് പറഞ്ഞതിന് എനിക്ക് കൊണ്ട് ചായ തരുവാണ് കേട്ടോ. എന്നെ ഇങ്ങനെ ആരെങ്കിലും ചായ കുടിക്കാൻ നിർബന്ധിച്ചാൽ ഞാൻ വീണ്ടും ചായ കൂടി തുടങ്ങും. അതെനിക്കറിയാം, അതാണ് എൻ്റെ ഫോൾട്ട്. അങ്ങനെ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ അടുക്കളയിൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനങ്ങ് മുറ്റത്തോട്ട് ഇറങ്ങി വെളിയിൽ അരിയടുപ്പ് ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെളിയിലൊക്കെ ഇങ്ങനെ അടുപ്പ് കൂട്ടി അവിടെ പാചകം ചെയ്യാനൊക്കെ. അപ്പോൾ ചേട്ടനും കൂടെ ഒന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ അടുപ്പ് കത്തിക്കാനായിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പറമ്പിലോട്ട് ഇറങ്ങി. ഇവിടെ ഒരു പേരയിലുണ്ടല്ലോ, നിറച്ച് പേരയ്ക്ക നിൽപ്പുണ്ട്. ഇപ്രാവശ്യം നമുക്ക് നിറയെ പേരയ്ക്ക ഉണ്ടായി കേട്ടോ. അപ്പോൾ ഡെയിലി കാണും അതിനകത്ത് 1, 2, 3 ഒക്കെ പറിക്കാനായിട്ട്. പിന്നെ സൂക്ഷ്യം കണ്ടും പെരുമാറിയില്ലെങ്കിൽ ഇതിനകത്ത് ഇതുപോലത്തെ നല്ല അടിപൊളി താരങ്ങളുണ്ട് കേട്ടോ. ഇവരുടെ രോമം ഒന്ന് തൊട്ടാൽ മതി, 8ൻ്റെ പണി കിട്ടും. അന്നത്തെ ദിവസം മൊത്തം ചൊറിഞ്ഞുകൊണ്ട് നടക്കാം. ഞങ്ങൾ പിന്നെ 2-3 എണ്ണമൊക്കെ ഇതുപോലെ കവറിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കിളികൾ കൊത്താതിരിക്കാൻ. അവർക്ക് കൊത്താൻ ഞങ്ങൾ വേറെ ഇതുപോലെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ എൻ്റെ അർഷക്കുടനെയും കൊണ്ട് ഈ പേരയ്ക്ക പറിക്കാനായിട്ട് വന്നു കേട്ടോ. അങ്ങനെ വന്നപ്പോൾ അതിനകത്തുനിന്നൊരു പുഴുവിൻ്റെ എന്തോ രോമമായിരിക്കും അവൻ്റെ ദേഹത്ത് പറ്റി. ഫുള്ള് കുഞ്ഞിന് ചൊറിച്ചിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ അങ്ങോട്ട് കൊണ്ടുവന്നില്ല. പിന്നെയാണ് ഞാൻ നിരീക്ഷിക്കുന്നത് ഇതിനകത്ത് പുഴു ഉണ്ടോ ഇല്ലയോ എന്ന്. ഫുള്ള് ആട്ടും പുഴുവാണ്, എൻ്റെ ദേഹത്ത് ഫുള്ള് രോമമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ അങ്ങോട്ട് കുഞ്ഞിനെ കൊണ്ടുപോയിട്ടില്ല. അത് കഴിഞ്ഞ് വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് അരി ഇടാൻ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ അരി ഇടുന്നത്. അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ട് പിന്നെ പോയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് മാവ് ഇരിപ്പുണ്ടായിരുന്നു, തലേദിവസത്തെ ഇഡലിയുടെ മാവാട്ടോ. അപ്പോൾ ഞാൻ ചെന്നാൽ പിന്നെ അത് നെയ്റോസ്റ്റല്ല, ഇങ്ങനെ ദോശയും മുരിഞ്ഞ ദോശയും തക്കാളി ചട്നിയും ഉണ്ടാക്കാമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുരിഞ്ഞ ദോശയും തക്കാളി ചട്നിയും തിന്നാൻ. പിന്നെ ഞാൻ പെട്ടെന്ന് തക്കാളിയും ഉള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ എടുത്ത് അരിഞ്ഞിട്ട് അതിങ്ങനെ ഒന്ന് ഉപ്പിട്ടിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം, അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് വെന്ത് കുഴഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും ഒരു ഇമ്മിണി പഞ്ചസാരയും കിടണം കേട്ടോ. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താൽ മതി. ഞാൻ ഇങ്ങനെയാണ് തക്കാളി ചട്നി ഉണ്ടാക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് വേണമെങ്കിൽ കടുകൊക്കെ വറുത്തിടുന്നവർക്ക് ഇടാം. എനിക്ക് പിന്നെ മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാറില്ല. സാധാരണ ഇങ്ങനെ ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിനകത്ത് നന്നായിട്ട് നെയ്യ് ചേർക്കുന്നതായിരുന്നു കേട്ടോ. പക്ഷേ നെയ്യ് തീർന്നിരിക്കുമായിരുന്നു. ഞാൻ മറന്നുപോയി. കഴിഞ്ഞ ദിവസം സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോൾ നെയ്യ് വാങ്ങിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് നെയ്യ് ഇല്ലാണ്ട് ചുട്ടെടുത്തു. അപ്പോൾ ഇന്നത്തെ എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.